ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഭയങ്കരമായിട്ട് റെഡിയാവുന്ന കാഴ്ചയാണ് കേട്ടോ. ശ്രീമോനാണെങ്കിൽ റെഡിയായിട്ട് നിൽക്കുവാണ്. അടുത്ത കാശി റെഡിയായി. പിന്നെ വണ്ടി പോകുമ്പം കഴിക്കാനുള്ള കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് എൻ്റെ ബാഗ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടീഷർട്ട് വാങ്ങിച്ചെങ്കിൽ ഇതുവരെ ഒന്നും ഇടാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇട്ടതിൻ്റെ ഷോയാണ് ഞാൻ കാണിക്കുന്നത്. വീഡിയോ എടുക്കുന്നതിന് നമസ്കാരമൊക്കെ കാണിച്ചിട്ട് പോയിട്ടുണ്ട്. ഈ ആടിപ്പാടി പോകുന്നത് നമ്മളൊരു ആനത്താവളത്തിലോട്ടാണ്. നമ്മുടെ പരവൂരിനും പാരിപ്പള്ളിക്കും ഇടയ്ക്കായിട്ടാണ് ഈ ആനത്താവളം വരുന്നത്. കാവേരി ആനപ്പാർക്ക് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ കുറച്ച് റീൽസിലും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് കേട്ടോ, നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെ ഒരു ആനത്താവളം ഉള്ള കാര്യം ഏട്ടൻ അറിയത്തില്ലായിരുന്നു. ഇത്ര ആനപ്രേമികളാണെന്നും പറഞ്ഞ് നടക്കുകയും ചെയ്യും, ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല എന്നൊക്കെ ചോദിച്ചേ. അപ്പോൾ എന്നോട് പറഞ്ഞു, എടി എനിക്കറിയാം, ഞാൻ കസ്റ്റമറെയൊക്കെ കാണാൻ പോകുമ്പോൾ ആ വഴിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകണമെന്ന് പറയുമല്ലോ. ഇതെന്തുവായാലും പെട്ടുപോയി കേട്ടോ. ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. അങ്ങനെ ഞാൻ കാണിച്ചു. അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഞായറാഴ്ചയല്ല ശനിയാഴ്ച ആയിരുന്നു കേട്ടോ. ശനിയാഴ്ച ഒരു ഉച്ച കഴിഞ്ഞു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇറങ്ങിയത്. അപ്പോൾ ഏട്ടനെ ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകാമെന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങിയതാണ്. അതിൻ്റെ ഭയങ്കര ഉത്സാഹമാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് വഴിയൊന്നും അറിയാത്തത് കൊണ്ട് മാപ്പൊക്കെ ഇട്ടൊക്കെയാണ് നമ്മൾ പോയത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ താന്നി വഴിയാണ് പോയത്. നമ്മൾ താന്നി നമ്മുടെ ബീച്ചെത്തി. അപ്പം ഒരു സൈഡിൽ കായലും ഒരു സൈഡിൽ കടലുമാണല്ലോ. അപ്പോൾ അതിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് പോവുകയാണ്. ശ്രീമോനും അങ്ങ് കാശിയിലൂടെ പുറകെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ ഇട്ട് അത് പിന്നെ കുറേ ഇടവഴികളിൽ കൂടെ ഒക്കെ കയറി നമ്മൾ എന്തായാലും ആനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഞാൻ കരുതിയത് വീഡിയോസ് കാണുമ്പോഴേ 2-3 ആൾക്കാർ അതുവഴി ഇതുവഴി നടക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. നമ്മൾ അകത്തോട്ട് കയറി പാർക്കിംഗ് ഏരിയയിലോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാം വണ്ടികൾ, പിന്നെ അവിടെയുള്ള ആൾക്കാർ സംസാരിക്കും തമിഴ് കന്നഡയൊക്കെ സംസാരിക്കുന്നു. അപ്പം പല പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാർ ഇതൊക്കെ കാണാൻ. നമ്മൾ അറിയാൻ ഇച്ചിരി താമസിച്ചു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഒരാൾക്കുള്ള പാസ് എന്ന് വെച്ചാൽ വലിയ ആൾക്കാരാണെങ്കിൽ 100 രൂപയും കൊച്ചു പിള്ളേർക്ക് 50 രൂപയാണ്. അപ്പം ശ്രീമോന് പാസ്സില്ലായിരുന്നു. എനിക്കും ഏട്ടനും കാശിക്കും പാസ്സും എടുത്തിട്ട് നമ്മൾ നേരെ അകത്തോട്ട് കയറുവാണ്. അപ്പോൾ അകത്തോട്ട് കയറിയപ്പോഴേ കാശി ഓടിത്തുടങ്ങി. അവൻ ഏത് കയറണം എന്തോ കയറണമെന്നൊക്കെയുള്ള വെപ്രാളത്തിൽ ഓടിക്കൊണ്ടിരിക്കുവാണ്. ശ്രീമോനാണെങ്കിൽ നല്ല ഉത്സാഹത്തിൽ നിന്നു. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്. അപ്പം ഗൈഡുകളാണ് അതെല്ലാം. അപ്പോൾ അവർ പറഞ്ഞ് അകത്തോട്ടുണ്ട് എങ്കിൽ പോലും ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞുകൊണ്ട് ആ ചേച്ചി നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഭാഗത്ത് എന്തൊക്കെയാണെന്നും മ്യൂസിയം ഉണ്ടെന്നും ആനിമൽസ് ഉണ്ടെന്നും അതുപോലെ പെറ്റ്സ് മറ്റേ പാമ്പിനെയൊക്കെ എടുക്കാവുന്നു, അങ്ങനെ ഒത്തിരി പെറ്റായിട്ടുള്ള ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ തന്നെ കാശി കയറിയതിൻ്റെ കൂട്ടത്തിൽ ശ്രീമോന് ഓടിപ്പോയി മുകളിലോട്ട് കയറുവാണ്. അപ്പോഴത്തേക്ക് എന്തായാലും ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ പോയി പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളും കയറിപ്പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു മുകളിലൊക്കെ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ്. ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ആനയുടെ പുറത്ത് നമുക്ക് കയറി യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആനയുടെ പുറത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. ഞാൻ ആ വീഡിയോയിൽ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്ന സമയത്ത് ആരും ആനപ്പുറത്ത് കയറിയിട്ടില്ലായിരുന്നു. നമ്മൾ പോരാ സമയമായപ്പോഴത്തേക്ക് ആൾ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആന വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ആനയുടെ മണ്ടയിലോട്ട് നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് മുകളിൽ എന്നിട്ട് എനിക്ക് അവിടെ നിന്നപ്പോൾ എനിക്കൊരു പേടി പോലെ തോന്നി. ഒരു സൈഡിൽ മറച്ചിട്ടൊന്നുമില്ല ആനയുടെ പുറത്ത് കയറുന്ന സ്ഥലത്തോട്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ താഴോട്ടിങ് ഇറങ്ങി. താഴെ ഇറങ്ങി വരുന്നിടത്ത് കുറേ ലവ് ബേഡ്സ് ഒക്കെ ആയിരുന്നേ ഉള്ളത്. അപ്പോൾ കാശി ഓടി അങ്ങോട്ടങ്ങ് പോയി അതിനെ കാണാനായിട്ട്. അപ്പോൾ അവിടെ കയറി ഇത് നോക്കിയിട്ട് പറയുമ്പോൾ നല്ല രസമുണ്ടമ്മേ, ഒരുപാട് എണ്ണമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാശി ഓടി കളിക്കാനായിട്ട് അങ്ങ് പോയി. അപ്പം ഇവിടെ ഇവൻ ഏത് കയറണമെന്നറിയാൻ വയ്യ, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. ശ്രീമോനാണെങ്കിലും വെപ്രാളം, അവനെ കയറ്റാത്തതിന്. അവൻ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങാനൊന്നും ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾക്ക് നിരങ്ങിയാൽ മാത്രം മതി, സ്റ്റെപ്പ് കയറി മെനക്കെടാനൊന്നും വയ്യാന്ന് പറഞ്ഞ് അങ്ങനെ ഏട്ടനാണെങ്കിൽ മുകളിൽ നിന്ന് അവനെ നിരക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ കാശി അവിടെ ഇരിക്കുന്ന തണ്ണിമത്തനയിലും ആപ്പിളിലും ഒക്കെ പോയിരിക്കുന്ന കണ്ടോടെ തന്നെ ശ്രീമോനും അവൻ്റെ പുറകെ പോയേ. ഈ പ്രായം എന്ന് വെച്ചാൽ അവൻ എന്തോ ചെയ്യുന്നു അതുപോലെ നോക്കി ചെയ്യാനായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അമ്മ ആരമ്മ അവിടെ നിന്ന് ചൂണ്ടയിടുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നിന്നേ. അപ്പോഴാണ് ഞാൻ ആ പുള്ളിക്കാരനെ കാണുന്നത് അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നല്ല രസമാണ് കേട്ടോ. നല്ല തണലാണ്, അതാണ് മെയിൻ. നമുക്ക് പിള്ളേരുമൊക്കെ ആയിട്ട് പോകാനും കുറേ സമയം അവിടെ ഇരിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നമ്മൾ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് ഓർത്തുപോയേ. നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലൊക്കെ പോകുന്നതിൽ നല്ലതായിരുന്നു. അഡ്വഞ്ചർ പാർക്കല്ല ഇപ്പോൾ അങ്ങ് പോയി കിടക്കും, പണിയൊക്കെ നടക്കുന്നതെന്ന് അറിഞ്ഞു. ഇപ്പോൾ ഒത്തിരി നാളായി ഞങ്ങൾ പോയിട്ട്. അപ്പോൾ ഒന്ന് പോകണമെന്ന് ഞാൻ ഓർത്തതായിരുന്നേ.
അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ അവർ പറയുന്നത് 3 ആനയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനും കരുതി അവിടെ വരെ പോകണോ, എത്ര ദൂരമുണ്ടെന്ന് എനിക്ക് അറിയത്തതുമില്ല. അപ്പം ഞാൻ നമുക്കിവിടെ അഡ്വഞ്ചർ പാർക്കിലോ നമ്മുടെ വ്യൂ പാർക്കിലോ എല്ലാം പോയിട്ടെങ്കിൽ പോണോ എന്ന് 2 മനസ്സിലാണ് വന്നത്. എന്നിട്ട് ഞാൻ ഓർത്തു എന്തുമല്ലോ ആവട്ടെ. അന്നേരം ഏട്ടൻ റെഡിയോടെ ആന മാത്രമല്ല വേറെ സാധനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇങ്ങോട്ട് പോകാതെ നമ്മൾ ആ വ്യൂ പാർക്കിലോ എല്ലാം പോയായിരുന്നു ഇത് ഭയങ്കര ഒരു നഷ്ടമായി പോയേനെ കേട്ടോ. പക്ഷേ നല്ല രസം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഊഞ്ഞാലിൽ ആളിറങ്ങാൻ കാശി നോക്കിയിരിക്കുമായിരുന്നു. നമ്മൾ വന്നപ്പോൾ ഒരു ഫാമിലി ആടിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് അവരിറങ്ങി ഉടനെ തന്നെ കാശി ഓടിപ്പോയി കയറിയിട്ടുണ്ടായിരുന്നു ആടാനായിട്ട്. അപ്പോഴത്തേക്ക് ശ്രീമോനും ചെന്നിട്ടുണ്ട്, ശ്രീമോനും ആടണമെന്നും പറഞ്ഞ്. അപ്പോൾ അപ്പുറത്ത് ഊഞ്ഞാല ഒഴിവായി കിടന്നതായിരുന്നു. കയറാൻ പറഞ്ഞപ്പോൾ അന്നേരം അവൻ കയറിയില്ല. അപ്പോഴത്തേക്ക് വേറെ പിള്ളേർ വന്ന് കയറി. അങ്ങനെ പിന്നെ 2 പേരെയും കൂടെ ഒന്നിലിരുത്തി ആട്ടിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കാശി ചാടി ഇറങ്ങി കേട്ടോ. ആടിക്കൊണ്ടിരുന്ന ഊഞ്ഞാലിയും ചാടി ഇറങ്ങി. ഇതൊക്കെയാണ് ശ്രദ്ധ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാൽ എനിക്ക് പേടിയാണ് ഇവൻ്റെ കൂടെ കുഞ്ഞിനെ വിടുമ്പോഴേ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങോട്ട് പോവാണ്. അവിടെ ടോയ്ലറ്റാണ് ആ കാണുന്നത്, മരത്തിൻ്റെ അവിടെ കാണുന്നത്. അവിടെ നല്ല സ്മെല്ലുണ്ടായിരുന്നു, അങ്ങനെ നമുക്ക് മനസ്സിലായി. പിന്നെ അവിടെ എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു സ്വിമ്മിംഗ് പൂള് പോലെ എന്തോ ഉണ്ട്. അപ്പോൾ ഏട്ടൻ പറയുന്നത് ആനയെ കുളിപ്പിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതോ ഇനിയും നമ്മുടെ സ്വിമ്മിംഗ് പൂള് തന്നെയാണോ, വെള്ളമില്ലാത്തതാണോ എന്ന് എനിക്ക് തോന്നിയേ. അങ്ങനെ പിന്നെ നമ്മളിവിടെ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വന്നതെന്നാണ്. അതൊരു കോഫി ഹൗസാണ്. അവിടെ കോഫി ഉണ്ട്, പിന്നെ ചായ, ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടെന്ന് അവിടെ നിന്ന് ആ ചേച്ചി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ പാമ്പിനെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു കേട്ടോ ഒരുത്തിന്. അത് കണ്ടപ്പോഴേ എനിക്ക് മേല് വരുത്ത്. ഏട്ടനാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം, അതിനനുസരിച്ച് ആൾക്കാരുടെ തലയിലും ദേഹത്തുമൊക്കെ കൊണ്ട് ഇതിനെ ഇടുവേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ ഇവിടെ നിൽക്കേണ്ട, എനിക്ക് പേടി വരും, നമുക്കങ്ങ് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ നടന്ന് നമ്മൾ അടുത്ത പാർക്കിൻ്റെ ആ ഏരിയയിലോട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞ് നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ അടുത്തൊരു ഏരിയയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശ്രീമോനെ അങ്ങ് ഇറക്കി വിട്ടാൽ മതി, അങ്ങ് ഭയങ്കര സന്തോഷം കൊണ്ട് ഓടി നടക്കുമായിരുന്നു കുഞ്ഞ്. ഇനിയും നമ്മൾ പോകുന്നിടമെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ആനയാണ് കാണാനുള്ളത്. പിന്നെ ഒട്ടകം ഇതിൻ്റെ ഇടയിൽ കൊടുന്ന് പോകുന്നത് കണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഐ ലവ് ആനത്താവളമെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ ഞാൻ ഈ കാശിയെ വിളിച്ചാൽ വരും, ഒരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് വിളിച്ച് നമ്മൾ കുഴയും. ഇപ്പം തന്നെ കണ്ടില്ലേ കാശി അവിടെ കയറുന്നു ഇവിടെ കയറുന്നു, കാശിക്ക് എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യ, അതുപോലെ വെപ്രാളം. നമ്മളൊന്ന് വിളിച്ച് കുഴയും അവനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി. ലാസ്റ്റ് ഞാൻ പറയാം അവനവിടെ നിൽക്കട്ടെ നമുക്കെങ്കിൽ എടുക്കാമെന്നും പറഞ്ഞ് എടുക്കുകയും ചെയ്യുവേ. പിന്നെ അവനില്ലാത്തതുകൊണ്ട് ഒരു വിഷമമാണ് അതിനെ കിടന്ന് വിളിക്കുന്നത്. വല്ലയിടത്തും കിടന്ന് അമറാൻ പറ്റുമോ, ഞാൻ എന്നിട്ടും കിടന്ന് കാശിയേന്ന് കിടന്ന് വിളിക്കും. അപ്പോൾ ലാസ്റ്റ് വരും. അപ്പോൾ ഇത് കയറാനായിട്ട് ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇതുവഴിയോ ചാടി മേളിൽ കയറിയിട്ടുണ്ട്. കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവന് ഉരുണ്ട് വരുന്നത് എടുക്കാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇത് വന്നു കേട്ടോ. വന്നിട്ട് ഇനി അടുത്ത ആ ഒരു ഓവിൽ കൂടെ വരാമെന്നും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതിന് ഈ വഴിയൊക്കെ കയറി പോകണം. അതുകൊണ്ട് ഞാൻ അങ്ങ് പോട്ടെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് കയറി പോവുകയാണ്. വലിയ മിടുക്കനാണെന്നും പറഞ്ഞുകൊണ്ടാണ് കയറി പോകുന്നത്. മുകളിൽ ചെന്നിട്ട് ഞാൻ നോക്കിയിട്ടൊന്നും ഇവൻ താഴെ വരുന്നില്ല. ഞാൻ ഓർത്ത് ഇവൻ എന്ത് ചെയ്തിന് ഇടയ്ക്ക് വല്ല സ്റ്റക്കായിട്ടിരിക്കുന്നോ, എന്ത് ചെയ്തെന്ന് ഞാൻ നോക്കിയിട്ടൊന്നും കാണാൻ പിന്നെ നോക്കിയപ്പോൾ എന്നോട് പറയാം അമ്മ അത് അടച്ചു വെച്ചേക്കോ, അതിനകത്ത് കൂടെ വരാൻ പറ്റത്തില്ലെന്നേ. അവൻ പറഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു അതുവഴി ഇറങ്ങി ഇങ്ങ് വന്നേ. ഞാൻ പറയും എന്നിട്ടാണ് അവിടെ അടച്ചു വെച്ചേക്കെന്ന് പറഞ്ഞപ്പോൾ ഇരുട്ടായിരുന്നു, പേടിയായതുകൊണ്ട് പേടിച്ചു കയറി വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇതിൽ കൂടെ അങ്ങ് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഏട്ടനാണെങ്കിൽ ആനയെ കാണാനായിട്ട് അവിടെ പോയി നിൽക്കുന്നത് കണ്ടു. അങ്ങനെ പിന്നെ ഞാനും അങ്ങോട്ടൊക്കെ പോയി കേട്ടോ. 3 ആനയുള്ളായിരുന്നു. ഒരാന മതപ്പാടില്ല, അതുകൊണ്ട് അടുത്തോട്ട് പോകരുതെന്ന് അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നേ ആൾക്കാരെ. പിന്നെ ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് നമുക്ക് യാത്ര ചെയ്യാം, അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നുകൊണ്ട് അങ്ങനെ അങ്ങേ അറ്റത്തൊരു ആന നിൽക്കുന്നില്ല. ഇപ്പോൾ 2 ആൾക്കാർ നടന്നു പോകുന്നത്. ആ ആനയുടെ പുറത്താണ് എല്ലാവരും സവാരി നടത്തുന്നത്. ഈ 2 ആനയെ പുറത്തിറക്കത്തിൽ അവിടെ തന്നെ നിർത്തത്തേ ഉള്ളൂ. ആനത്താവളമെന്ന് പറഞ്ഞാൽ 3 ആനയേ ഉള്ളൂ കേട്ടോ, അധികം ഒന്നുമില്ല. അങ്ങനെ വേഗം തന്നെ കാശി അവിടെ നിന്ന് ഓടി വന്നിട്ടുണ്ടായിരുന്നു. ഓടി വന്ന് നമ്മുടെ ഒട്ടകത്തിൻ്റെ കൂടെ ഒക്കെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത്. ഞാൻ പറഞ്ഞു ഇവർ പറയുന്ന ആ ഒരു വേലി കെട്ടിയതിനപ്പുറം പോവേതേ പറഞ്ഞിട്ട് കാശി അത് കേട്ടില്ലല്ലോ. കാശി അങ്ങോട്ട് പോയി ഞാൻ വഴക്ക് പറഞ്ഞു. പിന്നെ എന്തുമായാലും കാശി ഇങ്ങ് ഓടി വന്ന് പിന്നെ അവൻ അതിലൊക്കെ കയറാനും ഇറങ്ങാനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഏട്ടനും ശ്രീമോനും ആനയെ കണ്ടിട്ടും മതി വരുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു വാ നമുക്കിനി അകത്തോട്ട് പോവാം, അകത്തോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കാശിയെ നോക്കി നിൽക്കുവാണ്. കാശി അങ്ങ് പോയിട്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ ഓണറിൻ്റെ വീടാണ് കേട്ടോ. അത് അടിപൊളിയൊരു വീടായിരുന്നേ. അങ്ങോട്ട് ആർക്കും പ്രവേശനമൊന്നുമില്ല, പക്ഷെ അവിടെ നിന്ന് നമുക്ക് നല്ല വ്യൂ ആണ് കാണാനല്ല, നല്ല രസമുണ്ടായിരുന്നു. ആ ചുറ്റുപാടാന്നേലും എല്ലാം നല്ല
രസമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നിടത്തെല്ലാം കോഴി, താറാവ്, പാത്ത എന്നായിരുന്നു ഞങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ ഇവരിവിടെ എഴുതിയേക്കുന്നത് വാത്ത എന്നാണ്. അപ്പം വാത്തയാണോ പാത്തയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഇപ്പം ഇതൊക്കെ താറാവായിരുന്നു. അതിൻ്റെ ഓരോന്നിൻ്റെ ഓരോ ഇനമാണ്. അതിൻ്റെയൊക്കെ പേരും അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാനാണെങ്കിൽ ഇപ്പുറത്തോട്ട് ഇത് കണ്ടോ, വാത്ത എന്നാണ് ഇതിന് എഴുതിയേക്കുന്നത്. നമ്മളൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പാത്തക്കോഴി എന്ന് പറയുമായിരുന്നു. ഇത് എന്തുവാന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. ഇനി അങ്ങനെ ആണോ എനിക്ക് തെറ്റിയതാണോ എന്ന് അറിയത്തില്ല. പിന്നെ കോഴി ഉണ്ടായിരുന്നു, മുയലുണ്ടായിരുന്നു, താറാവുണ്ടായിരുന്നു, അവിടെ ഒട്ടകപ്പക്ഷി ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ ഐറ്റംസിനെ ഓരോരോ ഏരിയയിൽ അവർ ഇട്ടേക്കുവാണ് കേട്ടോ. പക്ഷേ അതിനെല്ലാം ഫുഡും കൊടുക്കുന്നുണ്ട്. ഇത് എലിയാണ് കേട്ടോ, എലി. അപ്പം അവിടെ കണ്ട ആ പാമ്പില്ലേ, ആ പാമ്പിന് കൊടുക്കുന്ന ഫുഡ് കുഞ്ഞ് എലിയാണെന്ന് പറഞ്ഞു. അത് ഇവിടെ തന്നെ അവർ വളർത്തുന്നുണ്ടെന്ന് അവർ പറഞ്ഞ് നമ്മൾ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി തിരിച്ച് വരുമ്പോൾ വേണം ഏട്ടനാണെങ്കിൽ ആ പാമ്പിനെ എടുക്കാനെന്നും പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. എനിക്ക് പേടിയാണ്, എനിക്ക് കാണുമ്പോഴേ എനിക്ക് മേല് പെരുകുകയൊക്കെ ചെയ്യും. എങ്കിലും ഏട്ടന് ഒരാഗ്രഹം വെച്ചാൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകത്തില്ല, അത് ഒന്നും ചെയ്യത്തില്ല, അത് വളർത്തുന്ന പെറ്റാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് എടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഓരോന്നിനെയും കണ്ട് വരുവാണ്. കാശിക്കാണെങ്കിൽ ഒരു പേടിയില്ലാതെ അവിടെ എല്ലാം തൊട്ടും എടുത്തും എല്ലാം നടക്കുക. അവിടെ ഒന്നും തുടരുതെന്ന് ഞാൻ പറഞ്ഞ് കുഴഞ്ഞ് എൻ്റെ വായിലെ വെള്ളം പറ്റുന്നവരെ ഞാൻ കിടന്ന് അലയ്ക്കും. ഈ പിള്ളേരെല്ലാം അങ്ങനെയാണല്ലോ, അവരാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാലായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് പല സൈസിലുള്ള കോഴികളും താറാവുകളും ഒക്കെ ആയിരുന്നു കേട്ടോ ഇതെല്ലാം. അപ്പോൾ എല്ലാത്തിൻ്റെ ഒന്നും കാണാനും പറ്റിയില്ല, നല്ലതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ഓന്തായിരുന്നേ. അതുപോലെ നമ്മുടെ അവിടെ ഒരു തത്തയുടെ ഒരു പഞ്ചവർണ്ണ തത്ത, ആ ഒരു മോഡൽ അതാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അതുപോലൊരു തത്ത അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അതിനെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്കും പോകുന്നത്. അത് കഴിഞ്ഞ് കുറേ ആടുകൾ, പല ഇനം ആടുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ ഒരുപാടുണ്ട്. പിള്ളേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാണാനുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തിലാണെങ്കിൽ ലവ് ബേഡ്സ് ഒക്കെ ആയിരുന്നു. നമ്മുടെ ദേഹത്തൊക്കെ ഇരുത്തി നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റും. ഒരാൾക്ക് 100 രൂപയാണ് അകത്ത് കയറി ഇതൊക്കെ എടുക്കുന്നതിന്. അപ്പോൾ കാശി അന്നേരം തൊട്ടെന്നോട് പറയുന്നു, അമ്മേ എനിക്ക് കയറണം, എനിക്ക് എടുക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആ വളഞ്ഞ് വന്നപ്പോഴേ ഇത് കണ്ടിവനെ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം എത്ര ആ റേറ്റ് എന്നൊക്കെ തിരക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ആദ്യം ഞാൻ റേറ്റ് അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആടിൻ്റെ സെക്ഷനിലോട്ടാണ് വന്നത്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് 2 ആടുകൾ തമ്മിൽ മുട്ടൻ ഇടി നടക്കുന്നത്. ഞാൻ വന്ന് ഇടി കിടക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ഇത് എന്നെ നോക്കി നിൽക്കുന്നു, ഇടിക്കുന്നില്ല. അങ്ങനെ നീ ഞങ്ങളുടെ വീഡിയോ എടുക്കേണ്ട അടി എന്നും പറഞ്ഞുകൊണ്ട് എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ ഇപ്പുറത്തോട്ട് മുയലിൻ്റെ സെക്ഷനിലോട്ട് വന്നേ. അങ്ങനെ മുയലിൻ്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇത് വേറെ ഏതോ ഇനം ലവ് ബേഡ്സ് ആണ് കേട്ടോ. ഒരുപാട് സൈസ് സാധനങ്ങളുണ്ട്, ഏതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായില്ല. എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കാത്ത പേരുകളും ഒക്കെ ആയിരുന്നു കേട്ടോ ഇതിനകത്തിലൊക്കെ ഉള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ അടുത്തതിനെയും വരുന്നത് ഈ ആൾക്കാർ കണ്ടോ, അവിടെ അകത്ത് 2 പേര് നിൽപ്പുണ്ടായിരുന്നു. 2 പേരും തലയിലും കയ്യിലും എല്ലാം കൊണ്ട് ഇതിനെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ തത്തയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ കയ്യിലെടുത്ത് വെച്ച് ഫോട്ടോ എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അവിടെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാശിക്ക് കയറണമെന്ന് പറഞ്ഞപ്പോൾ 2 പേര് അവിടെ നിൽക്കുന്നത് കൊണ്ട് അവരൊരാൾ ഇറങ്ങിയിട്ട് മോനെ കയറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ കാശി വലിയ വീരവാദമൊക്കെ അടിച്ച് വലിയ മിടുക്കനായിട്ട് അകത്തോട്ട് കയറി പോവാണ്. ഞാൻ പറഞ്ഞു, മോനെ ഇത് ഇത്ര സമയമുണ്ട്, അത്ര സമയം നിന്നില്ലെങ്കിൽ പിന്നെ പൈസ വെറുതെ പോവും, പപ്പ എങ്കിൽ കയറട്ടെ, പപ്പ കയറി ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇല്ലില്ല എനിക്കൊരു പേടിയില്ല, ഞാൻ തന്നെ കയറത്തുള്ളെന്നും പറഞ്ഞുകൊണ്ട് അകത്ത് കയറിയതാണ്. ആദ്യമൊക്കെ ചിരിച്ച് നിന്നവനാണ്, പിന്നെ കിടന്ന് അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഭയങ്കര കരച്ചിലായിരുന്നു. ലാസ്റ്റ് എനിക്ക് അങ്ങ് ചിരിയും വരുന്നു കരച്ചിലും വരുന്നു. ലാസ്റ്റ് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, എൻ്റെ പൊന്നി ചേച്ചി ചിലപ്പോൾ അവൻ കരഞ്ഞ് പെടുക്കും, അതുകൊണ്ട് അവനെ ഇങ്ങനെ ഇറക്കി വിട്ടേരാം, അവനെ ഇടയിൽ നിർത്തണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു, മോനെ പ്ലേറ്റ് കൈ തരാം, പ്ലേറ്റിൽ പിടിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലേറ്റ് കൈ പിടിച്ചിട്ട് അതിന് കഴിക്കുന്ന ഫുഡ് അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്ക് കിളിയെല്ലാം കൂടെ വന്ന് അവൻ്റെ ദേഹത്തോട് ഇരുന്നപ്പോഴത്തേക്ക് അവൻ ആ പ്ലേറ്റോട് അങ്ങ് താഴെയിട്ടു. അതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ കയറാനൊന്നും പറ്റിയില്ലെങ്കിൽ ഇറങ്ങി പോരുമായിരുന്നു കേട്ടോ ചെയ്തത്. നമ്മൾ ചെയ്തതേ ഇല്ല, കുറച്ച് സമയത്തതേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ എന്നോട് പറയാം, ഇനി അടുത്തതെന്താണ് ചെയ്യണം. ഞാൻ പറഞ്ഞു, നീ മിണ്ടിപ്പോര്, നിൻ്റെ ഇന്നത്തെ കോട്ട കഴിഞ്ഞിട്ടുണ്ട്, ഇനി നിനക്കൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇനിയിപ്പം പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാണാനുള്ളതെല്ലാം നമ്മൾ കണ്ടു. ഇനി തിരിച്ച് നമ്മൾ കയറിയെടുത്ത് തന്നെ ചെല്ലുക. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ പറയുന്നു എൻ്റെ അടുത്ത്, അമ്മേനെ ദാഹിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടിയിൽ നമ്മുടെ വെള്ളവും സ്നാക്സും എല്ലാം ഇരിപ്പുണ്ട്, ഒന്നും എടുത്തോണ്ട് ഞാൻ വന്നില്ല കേട്ടോ. അതും ചുമ്മണം, ഇനി ശ്രീമോൻ തറയിൽ നിന്നില്ലെങ്കിൽ ശ്രീമോനെ എടുക്കണമല്ലോ എന്ന് കരുതി ഞാൻ എടുത്തില്ല. അകത്ത് കോഫി ഹൗസ് ഉണ്ടെന്നും പറഞ്ഞല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ആന സവാരി ഉണ്ട് ഇവിടെ. അപ്പോൾ 2 പേർക്ക് കയറാൻ 400 രൂപയാണ് ഇതിൻ്റെ അവർ പേ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ വന്നവർ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്നെന്തോ വന്ന ടീമായിരുന്നു, കുറേ ആണുങ്ങളുണ്ടായിരുന്നേ. അവന്മാർ 2 പേര് വെച്ച് എന്തുമായാലും കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ കയറി വരുന്നതൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തത്.
അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ വന്ന് നോക്കിയതാണ്. അവിടെ ആണെങ്കിൽ ചെറുതായിട്ട് മീനൊക്കെ ഉണ്ടായിരുന്നു, മീനെ വളർത്തുന്ന എന്തോ ഒരു പൂളായിരുന്നു. അങ്ങനെ വരുന്നത് നമ്മൾ അവിടുന്ന് തിരിച്ചങ്ങ് പോകാമെന്നും പറഞ്ഞ് വരുവാണ്. അപ്പോൾ അവർ അച്ഛനും മോനും കൂടെ റോഡിൽ കൂടെ വരുവാണ്. ഞാനാണെങ്കിൽ ഇടയിൽ കൂടെ ഒക്കെ കയറി എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കിക്കൊണ്ട് പോവാം. അങ്ങനെ കാശിക്ക് വെള്ളം വേണം, ജ്യൂസ് വേണം, അമ്മയുടെ ജ്യൂസൊക്കെ ഉണ്ടെന്നും പറഞ്ഞാണ് ഞങ്ങൾ അകത്ത് കയറി. അപ്പോൾ ലൈമാണ് പറഞ്ഞത്, 3 ലൈം വാങ്ങിച്ചു. അപ്പോൾ 90 രൂപയായി കേട്ടോ. ഒരു ലൈമിന് 30 രൂപയാണ് അവർ പേ ചെയ്തത്. ആദ്യം തന്നെ നമ്മൾ ബില്ല് അടയ്ക്കണം. ബില്ല് അടച്ചതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ജ്യൂസ് വരുന്നത്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരങ്ങ് മറന്നുപോയി കേട്ടോ. ഞാൻ പിന്നെ ചെന്ന് ചോദിച്ചപ്പോഴേ പറയുന്നത്, അയ്യോ ഞങ്ങൾ ഓർത്തില്ല, മറന്നുപോയി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ബില്ല് അടച്ചതുകൊണ്ട് മാത്രം ഞാൻ അവിടെ ഇരുന്നാണ്, അല്ലെന്നുണ്ടെങ്കിൽ കുടിക്കാതെ ഞങ്ങളിങ്ങ് പോകുന്നതിന്. പിന്നെ ബില്ല് അടച്ച് എന്തായാലും വാങ്ങിച്ച്, ഇനിയിപ്പോൾ 3 എണ്ണമൊന്നും പറ്റത്തില്ല, 4 എണ്ണം തന്നെ വേണം കേട്ടോ. അപ്പോൾ അവിടുന്ന് ജ്യൂസ് കുടിച്ച് ഇറങ്ങി വേണം ഞാൻ ഏട്ടൻ്റെ അടുത്ത് ചോദിക്കുവാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ട് എനിക്കൊന്ന് എടുക്കണമെന്ന് പറഞ്ഞു. 50 രൂപയുള്ളൂ കേട്ടോ ഒരാൾക്ക്, പാമ്പിനെ ഇങ്ങനെ എടുത്ത് വെക്കുന്നതിന് 50 രൂപയുള്ളൂ. അങ്ങനെ കുറച്ച് സമയം ഏട്ടൻ അതിനെയൊക്കെ പിടിച്ചുകൊണ്ട് നിന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. ഈ ചേച്ചി നമ്മുടെ അടുത്തൊന്നും മാറത്തില്ല. ചേച്ചി പറഞ്ഞു അത് കയ്യിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ അതിന് ദേഹം വേദന ഉണ്ടാവും, പിന്നെ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ചിലപ്പോൾ പേടിച്ചിട്ട് പിള്ളേരൊക്കെ എടുത്ത് എറിയത്തില്ല. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി കൂടെ നിൽക്കുന്നത്. ഞാനപ്പോൾ ഈ പേടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പം ഞങ്ങളുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, രാവിലെ വന്ന് ഇതിനെ കയ്യിലെടുക്കുന്നതാണ്, ഓരോ അത്രയും കൈ കൊടുക്കും, പിന്നെയും തിരിച്ച് വാങ്ങിക്കും. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ ആയില്ലേ അതെന്ന് പറയുന്നത് 2 വയസ്സുള്ള ഒരു പെറ്റായിട്ടുള്ളൊരു സ്നേക്കാണ്, അത് വിഷമൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് മലമ്പാമ്പിൻ്റെ ഇനത്തിൽ പെടുന്നതാണെന്നൊക്കെ പറഞ്ഞൊക്കെ തന്നു കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കണ്ടില്ലേ, ആനയുടെ പുറത്തുനിന്ന് ഇവിടുന്ന് ആൾക്കാരെ കയറ്റി. അങ്ങനെ ഇനി നമ്മളാണെങ്കിൽ അങ്ങ് പുറത്തിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഏട്ടൻ എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഞാൻ ചോദിച്ചു കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോകണമെന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്ക് കാശ് കയറിപ്പോയി കിടന്ന് അവന് ഇറങ്ങി വരികയൊക്കെ ചെയ്തത്. പറഞ്ഞു ഇല്ല നമുക്ക് ഇനിയും പോവാം, നമുക്ക് ഏട്ടനാണെങ്കിൽ എന്നെ അവിടെ ഒരു കണ്ടത്തിൻ്റെ അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്, നമ്മുടെ മൈ വേബെ കല്യാണിയുടെ വീടിൻ്റെ അടുത്തൊരു കണ്ടമൊക്കെ ഉണ്ടല്ലോ, പുതിയ ചായക്കട ൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വഴി പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ആ വഴി പോകാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അന്നേരം തന്നെ ഇങ്ങനെ ഇറങ്ങി കേട്ടോ. പിന്നെ അധിക സമയമൊന്നും നമ്മൾ അവിടെ നിന്നില്ല. നമ്മളെല്ലാം കണ്ട് കേട്ട് കുറേ നേരം പിള്ളേരെ അതിലൊക്കെ കളിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഹാപ്പി ആയിരുന്നു, അത്രയേ ഉള്ളൂ. എവിടെ പോയാലും ഞാനും ഏട്ടനും കൂടെ ഉടക്കുന്നതാണ്. ഈ വട്ടം ഒരു ഉടക്കലും ഇല്ലായിരുന്നു. എല്ലാവരും കുറേ ഫോട്ടോസ് എടുത്ത് കുറേ നേരം എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ പോരുവാണ്. നേരെ നമ്മൾ വന്ന് ചാത്തന്നൂർ കയറിയിട്ട് അവിടുന്ന് കൊട്ടിയത്തുനിന്ന് നേരെ ലെഫ്റ്റ് എടുത്താണ് നമ്മൾ പോകുന്നത്. ഹൈവേ കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ വഴിയാണ് വീഡിയോ എടുത്തത്. നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്ന താന്നി വഴിയാണല്ലോ, ഹൈവേ കയറാതല്ലേ വന്നത്. അപ്പോൾ തിരിച്ചങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഈ വഴിയായിരുന്നു. അപ്പോൾ ഞാൻ ആ വഴി വന്നപ്പോൾ കല്യാണി ചേച്ചിയുടെ വീടിൻ്റെ ആ വഴിയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വീഡിയോ ഇടുന്നതുകൊണ്ട് നമുക്കറിയാമല്ലോ കറക്റ്റ് എവിടെയാണ്, പുലിച്ചിറ പള്ളിയുടെ അടുത്ത് തന്നെയാണെന്നൊക്കെ പറയുന്നതുകൊണ്ട് നമുക്കറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ വഴിയൊക്കെ കണ്ടു. അങ്ങനെ ഏട്ടൻ ഇവിടെ നിന്ന് വണ്ടി ഇടാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഏട്ടൻ കുറച്ച് മുന്നോട്ട് മാറിയാണ് കൊണ്ട് വണ്ടി ഇട്ടത്. വണ്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏട്ടൻ പറഞ്ഞു നമുക്ക് അങ്ങ് പോയി ചായ കുടിക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഇനി എനിക്ക് അവിടെ വരെ നടന്നു പോയി ചായ കുടിക്കാനൊന്നും വയ്യ, നമുക്ക് ഇവിടെ നിൽക്കാം, എന്നിട്ട് വീട്ടിൽ പോയിട്ട് ചായ കുടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചായ ഒന്നും കുടിക്കാൻ സമ്മതിച്ചില്ലേ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വണ്ടിയുടെ എടുത്ത് ഞങ്ങളുടെ എല്ലാം എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് ഇങ്ങ് പോരാനായിട്ടുള്ള പ്ലാനിങ് ആണ്. അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ആ വണ്ടി കയറുന്ന ഫോട്ടോയൊക്കെ എടുക്കുമെന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ വണ്ടിയിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പം നമ്മൾ വരുന്ന വഴി നമ്മുടെ പള്ളിമുക്കിലാണെങ്കിൽ ഒരു പുതിയ മുസ്ലിം പള്ളിയുടെ പണി കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഒരു ഉദ്ഘാടനം ആയതുകൊണ്ട് പായസ വിതരണം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓരോ പായസമൊക്കെ വാങ്ങിച്ച് കുടിച്ചുകൊണ്ടാണ് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പോക്ക് വരവ് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.